തൃശൂർ എരുമപ്പെട്ടിയിൽ 3 വർഷമായി അടച്ചിട്ട വീട് വൃത്തിയാക്കുന്നതിനിടെ അസ്ഥികൂടം കണ്ടെടുത്ത സംഭവത്തിൽ വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. സംഭവം കൊലപാതകമാണെന്ന് തെളിയുന്നു. മുൻ വാടകക്കാരനായ മരം വെട്ടുകാരനാണ് പ്രതി. പക്ഷെ ഇയാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല. ഒരിക്കലും പുറത്തു വരരുതെന്ന് കരുതി കൊന്ന് ടാർപോളിലാക്കി കുഴിച്ചിട്ട് കുഴിക്ക് മുകളിൽ കോൺക്രീറ്റ് അടച്ചു. അതിനു മുകളിൽ അടുപ്പും കെട്ടിയതിലാണ് ഇപ്പോൾ പതിയെ നേര് തെളിയുന്നത്. പക്ഷേ കൊല്ലപ്പെട്ടത് ആരെന്ന് കണ്ടെത്താൻ വലിയ പ്രതിസന്ധിയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. കാലപ്പഴക്കം ചെന്ന വീട് വൃത്തിയാക്കുന്നതിനിടെ ലഭിച്ച അസ്ഥികൂടം പൊല്ലാപ്പിലാക്കിയിരിക്കുകയാണ് തൃശൂർ എരുമപ്പെട്ടി പോലീസിനെ. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. കൊല്ലപ്പെട്ടയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ മരിച്ചുവെന്നാണ് അന്വേഷണത്തിൽ വെളിവാകുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് എരുമപ്പെട്ടിയിൽ കാലപ്പഴക്കം ചെന്ന വീട് വൃത്തിയാക്കുന്നതിനിടെ അസ്ഥികൂടം കണ്ടെടുക്കുന്നത്. പായിൽ പൊതിഞ്ഞ നിലയിൽ അടുപ്പുതറയ്ക്ക് കീഴിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു അസ്ഥികൂടം. 40 വയസ്സ് മുതൽ 45 വയസ്സ് വരെ തോന്നിക്കുന്ന അസ്ഥികൂടം സ്ത്രീയുടേതാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു. ഇവരുടെ അരയിൽ ഖുർആൻ വചനങ്ങൾ എഴുതിയ ഒരു ഏലസും കണ്ടെടുത്തിരുന്നു. 2 വർഷമായി അടഞ്ഞുകിടക്കുന്ന ഈ വീട്ടിൽ മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് ആദ്യം ഒരു മരം വെട്ട് തൊഴിലാളിയും പിന്നീട് അയാൾ പോയ ശേഷം ഒരു ഇതര സംസ്ഥാന കുടുംബവുമാണ്. ഫോറൻസിക്കിന്റെ വിദഗ്ധ പരിശോധനയിൽ മരിച്ചയാളുടെ തലയ്ക്ക് പൊട്ടലുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ മരണകാരണം ഇതല്ല. കഴുത്തു ഞെരിച്ചോ മറ്റോ കൊന്നതായിരിക്കാമെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. മരം വെട്ടുകാരനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചത്. 3 വിവാഹം കഴിച്ച ഇയാളെ തേടിപ്പോയ പോലീസിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. പ്രതിയെന്ന് സംശയിക്കുന്ന 66കാരനും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മരിച്ചു. എന്നാൽ ഇയാളുടെ 3 ഭാര്യമാരും ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഇയാൾക്ക് ബന്ധമുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം ഉണ്ടായെങ്കിലും അസ്ഥികൂടം ആരുടേതാണെന്നതിന് ഉത്തരം കിട്ടിയിട്ടില്ല. കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കുഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് അടുപ്പുതറ പണിതിരിക്കുന്നത്. ആസൂത്രണം വ്യക്തമാണ്. ഇയാളോട് അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. മരംവെട്ടുകാരനോടൊപ്പം ഇതേ വീട്ടിൽ തന്നെ അവരും കുറച്ചുകാലം താമസിച്ചിരുന്നു. എന്നാൽ തനിക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഈ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മരിച്ച സ്ത്രീയാണെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും അതാരാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഇനി ഈ കൊലപാതകമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. ആ കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും പങ്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.